അവളെയും പഠിപ്പിക്കാൻ നടക്കുവാണോ, നീ അവളെയും വെച്ചുകൊണ്ടിരിക്കുകയാണോ? അത് ആലോചിക്കണം. എൻ്റെ അനിയത്തേക്കാളും കളയുന്നു. വൈഫ് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂടെ പോയി എന്നുള്ളത്, പക്ഷെ പറയുന്നുണ്ട് വൈഫ് പോയതിലല്ല, ഏറ്റവും അടുത്ത സുഹൃത്ത് ചതിച്ചതിലാണ് എന്ന്. കല്യാണം കഴിഞ്ഞ് ഒരു 2.5 മാസം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ താലി കെട്ടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ നമുക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, നീ കറുത്തിട്ടാണ്, കരിങ്കുരങ്ങാണ്, കരിവണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, കാലി കത്താനല്ലാതെ വേറെ ആരും കിട്ടിയില്ല. ഇവൾ എന്നോട് പറഞ്ഞ വീട്ടുകാർ പറഞ്ഞു, കാലി കത്താനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ. ലൈക്ക് സമാധാനമില്ലാത്തൊരു ജീവിതമായിരുന്നു. എൻ്റെ ഭാര്യയോട്, എൻ്റെ എക്സ് വൈഫിനോട് ഞാൻ ഒരു 60 രൂപയുടെ ഊണിന് കെഞ്ചിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്താൽ എനിക്കൊരു 60 രൂപ തരുമോ ഫുഡ് കഴിക്കാനാണ്. കാരണം എനിക്ക് എല്ലാവരോടും പൈസ ചോദിക്കാൻ പറ്റില്ല. ഭാര്യനെ അവിഹിതം കണ്ടുപിടിച്ചു, അതിനുശേഷം ഭാര്യനെ കൊന്നു, ഒരു കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ വരെ കണ്ടു. നമ്മൾ ഈ ആഹാരം കുടിക്കുന്ന പട്ടി നമ്മളെ നോക്കി കുരയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആരോ ആഹാരം കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവൾ ഈ എറണാകുളത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് അവളെ ഒത്തുപോയി. അപ്പം കുറച്ച് പയ്യന്മാരെ കിട്ടി. അപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു ലൈഫ്, സത്യം പറഞ്ഞ ഇവിടെയുള്ള പഞ്ചായത്ത് പോലും എൻ്റെ കാണാതെ കിടന്നൊരു പെണ്ണാണ്. എൻ്റെ കൂടെ കൂടി ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഫ്രീഡം എന്ന സാധനമുള്ള അനുഭവിച്ചിട്ടേ ഇല്ല. ഫൈറ്റിംഗ് ആണത് കിട്ടാൻ. പക്ഷേ എൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും രസമായിരുന്നു. അപ്പം അത് ഒരു തെറ്റായിരിക്കാം മേ ബി. അപ്പോൾ എന്നോടിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരു അടി കൊടുത്തുകൂടെയായിരുന്നോ? അപ്പോൾ നമുക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല. കാരണം ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ട്രോമയും അതാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വിജയാണ്. നമസ്കാരം. നമസ്കാരം. വിജയ്, കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ഇൻ്റർവ്യൂ കണ്ടു. പക്ഷേ ഇൻ്റർവ്യൂ കാണുന്നതിന് മുന്നേ ഞാൻ വിജയുടെ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിച്ചത്. എന്നെ പേഴ്സണലി ഹോണ്ട് ചെയ്തൊരു കാര്യം അത് തന്നെയാണ്. വൈഫ് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂടെ പോയി എന്നുള്ളത്, പക്ഷെ പറയുന്നുണ്ട് വൈഫ് പോയതിലല്ല, ഏറ്റവും അടുത്ത സുഹൃത്ത് ചതിച്ചതിലാണ് എന്ന്. അപ്പോൾ അവിടെ ക്ഷമിക്കാനുള്ളൊരു ഒരു പോസിബിലിറ്റിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് താങ്കൾ ആ വാചകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം വലിയധികം പ്രായമില്ല, ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് അറിയുന്നത് ആംബുലൻസ് ഡ്രൈവറാണെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ആദ്യമായിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആംബുലൻസ് ഡ്രൈവറാണ് താങ്കളെന്ന്. അപ്പം ലൈഫ് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് വിജയ് ജീവിതത്തിൽ ഈ ഒരു കുഞ്ഞുകാലം, ഒരു എപ്പോഴോ ഡോക്ടറിന് പഠിക്കാൻ പോയി, മൃഗ ഡോക്ടറാവാൻ പഠിക്കാൻ പോയി, അത് പഠിത്തം നിർത്തിയെന്ന് കണ്ടിരുന്നു. എന്താണ് ഈ ലൈഫിൽ ഒരു 25 വയസ്സിനുള്ളിൽ സംഭവിച്ചത്? എന്നെ സംബന്ധിച്ച് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അപ്പം പണ്ടെപ്പോഴും ഒരു കോട്ട് കേട്ടാണെങ്കിൽ ചില ആൾക്കാർ വരുന്നത് ചിലത് പഠിപ്പിക്കാനാണ്. ചിലർ നല്ല ഓർമ്മകൾ തരും, ചിലർ ബാഡായിട്ടുള്ള ഓർമ്മകൾ തരും. ഞാൻ പറഞ്ഞ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. എന്തും ലൈഫിൽ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് ചാടിക്കയറി തീരുമാനം എടുക്കാതെ നമുക്ക് കുത്തിയിരുന്ന് ആലോചിച്ച് തീരുമാനം എടുത്താൽ എല്ലാം ശരിയാവാന്നേ ഉള്ളൂ. നമ്മൾ ഇന്നിത് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത്, ഭാര്യനെ അവിഹിതം കണ്ടുപിടിച്ചു, അതിനുശേഷം ഭാര്യനെ കൊന്നു, ഒരു കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ വരെ കണ്ടു. അപ്പോഴാണ് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടങ്ങളും ഒളിച്ചോട്ടങ്ങളും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പലരും അതിനെ വൈകാരികമായിട്ടും അതായത് പറഞ്ഞില്ലേ കൊലപാതകം പോലുള്ളതിലേക്ക് എത്തുമ്പോഴും, ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രായത്തിൽ നമുക്ക് അത്രയും ജീവിത അനുഭവം ഉണ്ടാവണം ഒരാളോട് ക്ഷമിക്കാനുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു ജീവിതത്തിൻ്റെ ഒരു ചെറുപ്പകാലങ്ങൾ? ചെറുപ്പകാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ഞാൻ കാണുന്നത് എൻ്റെ അമ്മേനെ എൻ്റെ അച്ഛനെടുത്തിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്നും ഒരു സ്ട്രൈക്കിങ് പോലെ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മേനെ അച്ഛൻ ചവിട്ടി ഉരുട്ടുന്നത് ഒരു റൂമിൽ കൂടെ. അപ്പോൾ അതൊരു വലിയ ട്രോമയാണ്. അപ്പോൾ അപ്പൻ്റെ അടുത്തുനിന്ന് ഈ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നുള്ളത് അമ്മയായിരുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ ഈ ഒരു ടോർച്ചറിങ് കാരണവും ഈ ലൈഫിലൊരു ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടും അമ്മയ്ക്കും നമ്മളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ അമ്മ വാരി തന്ന പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനൊരു ചൈൽഡ്ഹുഡാണ് എൻ്റെ. അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ പ്രായത്തിലും ഓരോ കുട്ടികൾക്ക് കിട്ടേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ കെയർ ആയാലും അതുപോലെ സ്നേഹമായാലും പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളായാലും ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോഴും പല കളിപ്പാട്ടക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ട് റിമോട്ടിൻ്റെ JCB എടുക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അന്ന് ഒരു റിമോട്ടിൻ്റെ JCB വേണം. കാരണം നമുക്ക് ചെറുപ്പത്തിൽ ആ ഒരു സാധനം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അന്നത് അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു കുറേ നാൾ. അപ്പോൾ സ്റ്റഡീസൊക്കെ എനിക്ക് അങ്ങനെ പല രീതിയിലും പോയി. പിന്നെ അവിടുന്ന് പിന്നെ ചെറുതിലെ തന്നെ കാലിന് പ്രശ്നമുണ്ട്. അതെ, ചെറുതിലെ തന്നെ കാലിന്
പ്രശ്നം വന്നതാണ്. ഓ. അപ്പോൾ അപ്പൻ ഒട്ടും, ഞാൻ പറഞ്ഞല്ലോ, ജന്മം കൊണ്ടല്ല ജന്മം കൊണ്ട് ആരും, അപ്പോൾ ജനിപ്പിച്ചത് കൊണ്ട് ആരും ഒരച്ഛനാവില്ല. കർമ്മം കൊണ്ട് വേണം അച്ഛനാവാൻ. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല, അങ്ങനെ വേണം പറയാൻ. കാരണം ഭയങ്കര ഉപദ്രവമായിരുന്നു. പിന്നെ സ്നേഹമില്ലെന്നല്ല, പുള്ളിക്ക് സ്നേഹമുണ്ട്. പക്ഷേ പിന്നെ എങ്ങനെയാണ് അച്ഛൻ്റെ കൂടെ പോകേണ്ടി വന്നത് നമ്മളറിയില്ല. നമ്മളിപ്പം ഇപ്പം കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ ഒരു സംഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ മക്കളെ മാനിപ്പുലേറ്റ് ചെയ്യും പല അച്ഛന്മാരും. എന്നിട്ട് അമ്മ മോശമെന്ന് പറയുക, അമ്മയ്ക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന് പറയുക, എന്നിട്ട് മക്കളെ അച്ഛൻ്റെ കൂടെ തന്നെ നിർത്തും. പക്ഷേ പോകെ അച്ഛന് ഒരിക്കലും, ഇപ്പോൾ ഇവർ പെൺകുഞ്ഞുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ ഒരിക്കലും എല്ലാ അച്ഛന്മാർക്കും ചിലപ്പോൾ നോക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ പോകെ പുള്ളിയുടെ പ്രശ്നം വെള്ളോടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മദ്യപാനവും വേണ്ടാത്തൊരു കൂട്ടുകെട്ടുമാണ് പുള്ളീനെ ഈ ഒരു കുടുംബം തന്നെ തരാൻ കാരണം. അപ്പോൾ അന്ന് അനാഥമായി പോയത് ഞാനും എൻ്റെ അനിയത്തിയാണ്. ഇപ്പോൾ അനിയത്തി കുവൈറ്റിലെ നിയോണേറ്റിലെ നേഴ്സാണ്. അപ്പം ഞാനിപ്പം വെറ്റിനറി പഠിക്കാൻ പോയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ അടിക്കുന്നു. ഇത്രയൊക്കെ ട്രോമയ്ക്കിടയിലും നന്നായിട്ട് പഠിക്കുകയും, മൃഗഡോക്ടറിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നിങ്ങൾ അത്യാവശ്യം എക്സാം എഴുതി, നമ്മൾ പറയുന്ന നാളെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മളെ ആളുകൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും റെസ്പെക്റ്റ് ചെയ്യും. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുക എന്തുവരെ പഠിച്ചു എന്നല്ല, നമ്മുടെ ജോലിയാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ജോലി എന്ന് പറയുന്നത് ആ പഠിച്ച ജോലിയിലുള്ള റെസ്പെക്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് തരണം വേണ്ട എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് വിദ്യാഭ്യാസം ഒരു ഘടകമാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന വെറ്റിനറി ഡോക്ടർ ആകാൻ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് അത് ഡ്രോപ്പ് ഔട്ട് ആക്കിയത്? ഡ്രോപ്പ് ഔട്ട് ആക്കാനെ കൊണ്ട് പല കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കെല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റില്ല. പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നായിരുന്നോ? അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നായിരുന്നു. കാരണം അപ്പൻ്റെ ഒരു സാഹചര്യം വന്നു. കാരണം അപ്പൻ്റെ അടുത്ത് പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അപ്പോൾ പുള്ളിക്കാരി അമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ദേഷ്യം വന്നു. പിന്നെ അതിന് അടിയായി, ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ ഞങ്ങളെ അങ്ങനെ ഓർഫനേജിലോട്ട് ആക്കേണ്ടി വന്നു. ഞാനും പൊതുവേ ഓർഫനേജിലോട്ട് പോയി. പിന്നെ അന്ന് ഒരു 8ാം ക്ലാസ് തൊട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ എൻ്റെ +2 കാലഘട്ടം കഴിയുന്നവരെ ഞാൻ ഓർഫനേജിലാണ്. അപ്പോൾ ഈ +2 കാലഘട്ടം കഴിഞ്ഞ് ഈ റിപ്പീറ്റിങ്ങിൻ്റെ ഒക്കെ ആ സമയമായപ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നത് ശരിക്കും. ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 22 വയസ്സായിട്ടുണ്ടാവും, 21 വയസ്സോളമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം ഈ അമ്മയുടെ സ്നേഹവും ഈ കരുതലും ഒന്നും കിട്ടാതെ പെട്ടെന്ന് അമ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരോട്ട് അറ്റാച്ച് ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പിള്ളേരെയൊക്കെ കാണാൻ ഭയങ്കര സ്നേഹമാണ്. വെറുതെയൊക്കെ ഒരു കടയിൽ ഏതെങ്കിലും കൊച്ചു വല്ലതും വേണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം എൻ്റെ ഇരിക്കുന്ന മൊത്തം എടുത്ത് മേടിച്ച് കൊടുത്തുള്ളൂ. കാരണം ഈ പിള്ളേർക്ക് അപ്പോഴേ ആ സ്നേഹമുണ്ട്, അല്ലെ ആ ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം ഇപ്പോൾ എനിക്കൊരു 10 റിമോട്ടിൻ്റെ JCB കൊണ്ട് തന്നാലും എനിക്കത് കളിക്കാനുള്ള മൂഡില്ല. പക്ഷെ അന്ന് അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പിള്ളേർക്കും ഒരു അതാത് പ്രായത്തിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ടാവും. പണ്ട് സിദ്ദിഖൊരു പടത്തിനകത്ത് പറഞ്ഞല്ലോ, കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം സഹായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ. കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹങ്ങളില്ല. കാരണം പിന്നെ നമ്മൾ വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പാടായിരിക്കും പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കിയായിരുന്നു, പഠിച്ച് എങ്ങനെയും ഒരു നിലയിലെത്തണം. കാരണം പണ്ട് തൊട്ടേ കേൾക്കണതാണ് അമ്മയ്ക്ക് വീട്ടു ജോലിയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ഒരാളുടെ മകൻ ഡോക്ടർ ആവില്ല, അവനെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് ഈഗോ പ്രശ്നമുണ്ട്. കാരണം എന്തൊരു കാര്യം എന്നോട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഫസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിപ്പം ഓഫ് റോഡിങ് ആയാലും ബൈക്കിൻ്റെ ഓഫ് റോഡിങ് ആയാലും അതിനൊരു എക്സ്പൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നോക്കുമ്പോൾ ഈ കാല് ചെയ്യാതെ ഈ എക്സ്പൾസ് എടുത്തുകൊണ്ട് മല കയറാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആവില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടത് പറ്റില്ല. അപ്പോൾ അവൾ എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു സ്വഭാവമുണ്ട്. കാരണം ചെറുപ്പം മുതൽ ഈ ഓർഫനേജ് കയറിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് എന്നെ പിള്ളേർ. അതൊരു ട്രോമാറ്റിക് ഏരിയയാണ്. കാരണം നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ കുറേ ആമ്പിള്ളേരാണ് മൊത്തം. അപ്പോൾ ഇവരുടെ അടുത്തോട്ട് പെട്ടെന്ന്, ഇപ്പോൾ ഞാനില്ല പറഞ്ഞില്ലേ, ഈ കുറേ കളർ കോഴി എടുത്തൊരു വെള്ളക്കോഴിയെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അതേപോലെയാണ് എൻ്റെ അവസ്ഥ. കുറേ പേര് ഞൊണ്ടിക്കാലാന്ന് 8-10 വിളിച്ച് അന്നേരമൊക്കെ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ വരുമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പിന്നെ അന്ന് നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത പിള്ളേരാണ്. അപ്പോൾ അതിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് വെക്കുന്ന 2-3 പേരുണ്ട്. അനൂപ് എന്നൊക്കെ പറഞ്ഞ, അനൂപൊക്കെ ഇപ്പോൾ ഗൾഫിലാണ്. അപ്പം അന്ന് ഭയങ്കര ഒരു പ്ലേറ്റ് കൈയിട്ട് വാരി കഴിച്ച് ഡോമെട്രിയാണ് എല്ലാവരും അടുത്ത് കിടക്കുന്നത്. പിന്നെ സാറുമാരൊക്കെ ഭയങ്കര ഉപദ്രവമായിരുന്നു അന്ന്. ഈ ഓർഫനേജ് എന്ന് പറയുന്നത് എവിടെയാണ്? അല്ലല്ല, കൊല്ലം ചിൽഡ്രൻസ് ഹോം, സർക്കാരിൻ്റെ ആണ്. അവിടെയാണോ ഈ കുട്ടികളെ ദ്രോഹിക്കുന്നു പറയുന്നത്? ദ്രോഹിക്കുന്നു പറഞ്ഞാൽ അതിപ്പോൾ ഇല്ല.
അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 2014, 13, 12 ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു സമയമാണ്. അന്നൊക്കെ ഞങ്ങൾ അവിടെയാണ് ജീവിച്ച് വന്ന ആൾക്കാർ. അപ്പം അന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ആഹാരത്തിനോ ഡ്രസ്സിനോ ഒന്നും വലിയ പഞ്ഞൊന്നുമില്ല. എന്നിരുന്നാലും പല കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ളതാണ് ഈ അവിടെ ഇരിക്കുന്ന കെയർടേക്കർമാരൊക്കെ നമ്മുടെ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നാലും അവിടുത്തെ ഒരു കെയർടേക്കർ എന്നോട് പറഞ്ഞാൽ ഒരിക്കലും നിനക്ക് നീറ്റ് എഴുതാൻ പറ്റില്ല, ഒരിക്കലും നിനക്ക് മെഡിസിൻ കിട്ടില്ല. അവരെ കൊണ്ട് തന്നെ നമ്മൾ മാറ്റി പറയിപ്പിച്ചു. നീറ്റ് എഴുതിയിട്ട് ഞാനത് ക്രാക്ക് ചെയ്ത് എനിക്ക് മെറിറ്റിലെ സീറ്റ് കിട്ടി. ഞാനവിടെ വയനാട് വെറ്ററിനറി കോളേജിലാണ് പഠിച്ചത്. പൂക്കോട്. അപ്പോൾ എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഈ സൊസൈറ്റിയായിട്ടൊന്നും അത്ര മിങ്കിളല്ല. കാരണം നമ്മൾ ഒരിടത്ത് മാത്രം കിടന്ന് അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ഒരുപാടുണ്ട്. എന്നാൽ ആ ഒരു കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒറ്റപ്പെടുത്തും. അവരുടെ ഒരു രീതിയാണത്. അതൊരു സിസ്റ്റമാണ്. അതിനകത്തോട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പോലെ അനുസരിക്കണം. വയനാട് വെറ്റിനറി കോളേജിലാണ് ഈ അടുത്തിടെ സിദ്ധാർത്ഥ എൻ്റെ ജൂനിയറാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അതെ എൻ്റെ ജൂനിയറാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുത്തെ ഡീനെതിരെ ഞാനൊരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡീൻ എന്നോട് പറഞ്ഞത് കാലുവേത്തവനെ പോലെ ഇരുന്നാൽ മതി എന്നാണ്. അപ്പോൾ ഒരാളുടെ ഡിസേബിലിറ്റി, ഞാൻ ഡിസേബിൾഡാന്ന് ഇന്നേ വരെ എനിക്കൊരു തോന്നലുണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാം ചെയ്യും. ഒരു കാലൊക്കുന്നവൻ എന്തൊക്കെ ചെയ്യും അതിനപ്പുറം നമ്മൾ ചെയ്യും. അപ്പോൾ പെട്ടെന്നൊരു ഇത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് നീ കാലുവേത്തവനെ പോലെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അന്നൊരു മീഡിയയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റപ്പെടുത്തുന്ന രീതിയാണ്. ഇപ്പോൾ ജൂനിയേഴ്സിനോടൊക്കെ എന്നോട് മിണ്ടരുത്, ഞാനെന്തോ വലിയ ഗുണ്ടയാണ് മറ്റേതാണ്. അപ്പോൾ എന്നോട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടുത്തെ ഒരു മെൻസ് ഹോസ്റ്റലിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു റൂമിൽ ഞാനൊരു വർഷത്തോളം ഞാൻ ഒറ്റയ്ക്ക് ആരോടും മിണ്ടാനും പറ്റാതെ ആ ഒരു ഡിപ്രഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു 3 തവണയെങ്കിലും അവിടെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സിദ്ധാർത്ഥിന്റെ ഇഷ്യൂവിന് ശേഷമാണ് അല്ല, അതിന് മുന്നേ സിദ്ധാർത്ഥിൻ്റെ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി. കാരണം എനിക്ക് എൻ്റെ എക്സ്ട്രീമായി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റമാണ് ശരിക്കും ഡ്രോപ്പ് ഔട്ട് ആക്കി. അതെ, സിസ്റ്റമാണ് ഡ്രോപ്പ് ഔട്ട് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ. കാരണം എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് ചോദിക്കുക. ഇതുവരെ എൻ്റെ അമ്മയുടെ പേര് പോലും അറിയാത്ത, അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാത്ത ആളോട് പോയിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ കാര്യം ചോദിച്ചാൽ എന്തറിയാം? മേ ബി അയാൾക്ക് എന്നോടുള്ള ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് ശത്രുത കൊണ്ടോ അയാൾ ചില കാര്യങ്ങൾ കൂട്ടി പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യും. അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടുന്ന്. സത്യം പറഞ്ഞാൽ മെസ്സിൽ പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ടൊരു 12,000 ബില്ലായിരുന്നു. അന്ന് കാശ് കൊടുക്കാനില്ലാതെ രണ്ടാമത് ഞാനവിടെ കഴിക്കാൻ ചെന്നപ്പം എനിക്കിന്നും ഓർമ്മയുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നില്ല, കാരണം ആളിപ്പോൾ ഡോക്ടറാണ്. എനിക്കാരെ ദ്രോഹിക്കണമെന്നൊരു താല്പര്യമില്ല. അവരുടെ ജീവിതം ജീവിക്കട്ടെ. പക്ഷേ അന്ന് ഞാൻ അവിടെ കഴിക്കാൻ പറ്റുന്ന പറഞ്ഞ് വിജയ് പൈസയുടെ കാര്യം എന്താ? ഞാൻ പറഞ്ഞ് എടാ പൈസ ആയിട്ടില്ല, അമ്മ തരാം, എന്നാൽ നീ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് ആ പ്ലേറ്റും ആ ദോശയും എനിക്കിന്നും ഓർമ്മയുണ്ട്. ദോശയും ചമ്മന്തി അവിടെ വെച്ചിട്ട് അന്ന് ആ മെസ്സിൽ നീ ഇറങ്ങിയതാണ്. പിന്നെ അവിടുന്ന് പോകുന്നവരെ ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല മെസ്സിൽ നിന്ന്. ശരിക്കും ഇല്ലാത്ത അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇപ്പോഴും ഈ മഴക്കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസറിൻ്റെ ഒക്കെ കാലമായപ്പോൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇല്ലാത്തവൻ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു ബാരിയർ ഉണ്ട് എന്നാണോ വിജയ്ക്ക് ഫീൽ ചെയ്തത്? അതെ, ഞാൻ അതൊരു കാര്യം പറഞ്ഞുതരാം. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു, റാൻഡമായിട്ട് ഒരു കോള് വന്നു. അപ്പോൾ ആ കോളിൽ എന്നോട് പറഞ്ഞത്, ചേട്ടാ എൻ്റെ പേര് ഇന്ന ആളാണ്. അപ്പോൾ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീയുടെ മകൾക്ക് ഒരു കുഞ്ഞുണ്ട്. മകളെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചാണ്. അപ്പോൾ ഭയങ്കര ഉദരമായതുകൊണ്ട് വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു. കാരണം അവർക്ക് ഫുഡ് കഴിക്കാൻ പൈസയില്ല, സാധനം മേടിക്കാൻ പൈസയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അതുപോലെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് പേര്. ഇപ്പോൾ ഉള്ള സ്വിഗ്ഗി ഓടുന്നൊരു പയ്യൻ ഇതുപോലെ ഒരു ദിവസം ഒരു വൈകുന്നേരം വിളിച്ചിട്ട്, ചേട്ടാ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ചേട്ടാ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ കഴിക്കാൻ ഞാൻ ഇന്നടത്തുനിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുകയാണ് ചേട്ടാ, എനിക്ക് പറ്റുന്നില്ല ചേട്ടാ, എനിക്ക് പൈസ കയ്യിരിക്കുന്നില്ല. അവനെ ഒരു 3-4 തവണ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാനിത് ഒരിക്കലും ഫേമസ് ആവാൻ വേണ്ടിയൊന്നും പറയല്ല കേട്ടോ. കാരണം പലരും ഇതൊക്കെ വീഡിയോ എടുത്തിടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ആംബുലൻസിൻ്റെ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിൽ തന്നെ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് എടുത്ത് കൊണ്ടുപോകുന്നതും അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് റീൽസൊക്കെ ആക്കി ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന്. കാരണം എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അവർ എത്രത്തോളം വിഷമത്തിലായിരിക്കും. അപ്പോൾ അവർ കാണുന്ന ഒരു വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ നാളെ ഒരു കാണേണ്ട ഒരു അവസ്ഥ ബുദ്ധിമുട്ടാവും. പിന്നെ പ്രൈവസി ഒരു മാറ്റർ. അതെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ മൂവി ആക്ടേഴ്സ് പോലും, ഇപ്പോൾ ഞാൻ ലാസ്റ്റായിട്ടൊരു മൂവി ആക്ടറിനെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ ആ പുള്ളിയെടുത്ത് കുറിച്ച് സാറ് സെൽഫി എടുത്തോന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, എടാ ഇതൊരു ഹോസ്പിറ്റൽ ഏരിയ ഇല്ലേ, അപ്പോൾ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല,
ഇല്ല മോനെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ കാണാൻ മുമ്പ് എടുക്കാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഓർമ്മ വന്നു കട്ടപ്പനയിലെ ഹൃതിക് റോഷനകത്ത്. അതെ അതെ അതെ. അപ്പോൾ അതായത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവസ്ഥകൾ അറിയുന്നില്ല, പെട്ടെന്നൊരു പക്ഷെ എക്സൈറ്റ്മെന്റ്. അന്ന് എനിക്ക് മനസ്സിലായി ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ട്രോമയാണ്. ഹോസ്പിറ്റൽ ലൈക്ക് ആ ഒരു മേഖലയിൽ വെച്ചിട്ട് നമ്മൾ ഒരാളെ തെറി പോലും പറഞ്ഞുകൂടാ. മനസ്സിലായില്ല. നമ്മളിപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സ നടത്തിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ പോയിട്ട് ഇത്ര രൂപയായി എന്ന് പറയുമ്പോൾ മോനെ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഈ കാശുള്ളവരാണ് പറയുന്നത് കൂടുതൽ ബാർഗൈനിങ് ചെയ്യുന്നത്. എന്നാൽ പാവപ്പെട്ടവനുണ്ടല്ലോ 100 രൂപ എടുത്ത് കൈ വെച്ച് തരും. എടാ എന്തെങ്കിലും ചായ കുടിച്ചോളാൻ പറയും, അല്ലെ മോനെ ഇത് കൈ വെച്ചോളാന്ന് പറയും. വിജയ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരാളെ സഹായിക്കണം എന്നുള്ളത് നമുക്ക് എവിടെ നിന്നാണ് തോന്നുന്നതെന്നറിയോ? ആ ഒരു നേരത്തെ പട്ടിണിയുടെ വില അറിഞ്ഞതുകൊണ്ടാണ്. ആ സ്ഥാനത്ത് നമ്മളാണ് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പം വിജയ് തന്നെ പറഞ്ഞല്ലോ, ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് ബാർഗെയിൻ ചെയ്യുന്നത് അവർക്ക് ആ അവസ്ഥ അറിയില്ല. അതെ, അവർക്ക് ആ അവസ്ഥ അറിയില്ല. ഈ സാധാരണക്കാരൻ എന്തുകൊണ്ടാണ് 100 രൂപ കയ്യിൽ തരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്ന് ഭയങ്കര പൈസ ആവുമെന്ന് വിചാരിച്ചെടുത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ചിട്ടുണ്ടാവാം. ഇനി അല്ല, അവർക്ക് സേഫായിട്ട് എത്തിയിട്ടുണ്ടാവാം. അതിന് നമുക്ക് ഒന്നും കൊടുക്കാനില്ല, നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമുക്ക് സ്നേഹമുണ്ട്, ആ സ്നേഹമാണ് അത് പൊതിഞ്ഞു തരുന്നത്. അത് ഇപ്പം എന്നോട് പറഞ്ഞ പോലെ വെറ്റിനറി കോളേജിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് നമ്മൾ ഇറക്കി വിട്ടപ്പോൾ ഇന്നും ആ ദോശയും ചമ്മന്തിയും കാണുമ്പം ഇന്നും ആ ദോശയുടെ കളറും എനിക്ക് ഓർമ്മയുണ്ട്, ചമ്മന്തിയുടെ കളറും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനും അമ്മയും പിരിഞ്ഞിരിക്കുന്ന ആ ടൈമിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഫുഡ് കഴിക്കാതെ തല ഇറങ്ങി തറയിൽ വീണത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയോട്, എൻ്റെ എക്സ് വൈഫിനോട് ഞാൻ ഒരു 60 രൂപയുടെ ഊണിന് കെഞ്ചിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്താൽ എനിക്കൊരു 60 രൂപ തരുമോ ഫുഡ് കഴിക്കാനാണ്. കാരണം എനിക്ക് എല്ലാവരോടും പൈസ ചോദിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഗ്രോൺ മാനാണ്, ലൈക്ക് എനിക്ക് ഇത്ര വയസ്സുണ്ട്. ഒരാളെ വിളിച്ചിട്ടളിയാ ഫുഡ് കഴിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്നമാർ കാണും. പക്ഷെ അവരോട് പറയുമ്പോൾ അവർ വിചാരിക്കും ഇവനെന്താ ജോലിക്കും കൂലിക്കും പൊക്കൂടെ. അയ്യോ, അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര റിച്ച് കേളാ. എന്താണെന്നറിയോ? വിളിച്ച് ഒറ്റ മെസ്സേജിൽ അത് എടാ ഒരു 100 രൂപ ഇടാവോ, എന്തിനാന്നൊന്നും പറയത്തില്ല. 100-200 അതറിയാം കറക്റ്റായിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനാണ്. അത് കറക്റ്റാണ്, ഞാൻ കാരണമേ പറയേണ്ടി വരുന്നില്ല. ഇപ്പം പറഞ്ഞപ്പോഴേ എനിക്കത് ഓർമ്മ വന്നേ. എനിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ തകരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഒരു പെണ്ണൊരാണിനോട് പൈസ ഓടിക്കുന്ന കണക്കല്ല ഒരാണൊരാണിനോട് ചോദിക്കുന്നത്. അവിടെ ബന്ധങ്ങൾ തകരും. കാരണം ഒരു പക്ഷേ ഞാൻ പറഞ്ഞൊരു ഡേറ്റിൽ എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ലക്ഷങ്ങളല്ല ഞാൻ പറഞ്ഞത്, വെറും 100 രൂപ മതി. ആണോ? 100 രൂപ മതി. ഞാൻ ഇപ്പോഴും പറയുമ്പോൾ ഞാനൊരു ആണായതുകൊണ്ട്, ഞാൻ ഒരാണായിട്ട് ജീവിച്ചു വന്നത് കൊണ്ടും ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുക, ഒരു 10 രൂപ ഒരുത്തൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് എടാ ഞാൻ മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കും 10 രൂപ എന്തിടാന്ന് എന്നങ്ങനെ ചോദിക്കാത്തവരും ഉണ്ട്. ഞാനാ പറഞ്ഞ അനൂപ് എന്ന് പറഞ്ഞാൽ ഞാനും അവനൊക്കെ ഒരുമിച്ച് ഒരിടത്ത് കിടന്നതാണ്. അപ്പം എനിക്കൊരു വിഷമം വന്ന അനൂപേടാ ഇന്ന പോലെ അളിയാന്നൊന്ന് പറയുമ്പോൾ തന്നെ നീന്ന് പോയടാ അവിടെ നിന്ന് ഞാൻ ഇപ്പോഴത്തെ തരാമെന്ന് പറഞ്ഞാൽ പൈസ ഇട്ട് തരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പൊട്ടിപ്പോയി. അപ്പോൾ ഈ എക്സ് വൈഫ് എന്ന് പറഞ്ഞ ആൾ എല്ലായിടത്തും പറഞ്ഞു കിടക്കുന്നത് ഞാൻ അവളെ നോക്കിയില്ല, ഞാൻ അവളെ കണ്ടില്ല എന്നൊക്കെയാണ്. പിന്നെ ഓൾഡ് ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഈ കല്യാണത്തിൻ്റെ പരിപാടിയെല്ലാം നടക്കുന്നത്. അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 2.5 മാസം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ താലി കെട്ടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പറഞ്ഞ് പിന്നെ സംസാരിക്കും. കാരണം അവളൊരു കൂട്ടുകാരി എന്നെ വിളിച്ച് പറയുന്നത് ഇതേപോലെ നീ എന്ത് കണ്ടിട്ട് അവളെ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ പിന്നെ ഒരു വർഷത്തോളം ഞങ്ങൾ ഗ്യാപ്പ് എടുത്തു, മിണ്ടിയിട്ടില്ല. 1 വർഷത്തോളം ഞാൻ മിണ്ടാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി. കാരണം ഒരു രീതിയിലും സപ്പോർട്ടില്ലായിരുന്നു. ആൾ എറണാകുളത്ത് ജോലിക്ക് വന്നതിന് ശേഷം കുറച്ച് കൂട്ടുകെട്ട് കിട്ടി, കുറച്ച് പൈസ അധികം. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ എറണാകുളത്ത് ജോലി? അതെ അതെ. നിങ്ങൾ ഒന്നിച്ച് ഇവിടെ താമസിച്ചോ? ഇല്ല, ഞാൻ പഠിക്കുമായിരുന്നല്ലോ, ഞാൻ അവിടെ ആയിരുന്നല്ലോ. ഓ, കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ? അല്ലല്ല, കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലായിരുന്നു, ഇവിടെ എറണാകുളത്തായിരുന്നു. അപ്പം വീട്ടിൽ ലീവ് എടുത്ത് വീട്ടിൽ വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. പിന്നെ കുറച്ച് നാൾ ഞാൻ എറണാകുളത്ത് വന്നിരുന്നു കോൾ ഡ്രൈവറൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോളേജിൽ പോകാൻ തോന്നിയില്ല, മനസ്സ് വന്നില്ല. അങ്ങനെയാണ് ലാസ്റ്റ് 2024 എല്ലാവരോടും ഒന്ന് ഫോഴ്സ് ചെയ്തിട്ട് എന്നാൽ പഠിക്കാൻ പോകാന്നുള്ളൊരു മൈൻഡിലാവുന്നത്. അപ്പോഴും ഈ കല്യാണം കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അറിയണം ടെർമിനേഷൻ ആയി, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമുക്ക് കേസ് എന്തോ കൊടുക്കാൻ പറ്റുമെന്ന് എന്തൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഒരിടത്ത് വെറുത്തത്. ഇപ്പം ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്നത് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടായിരുന്നോ? അല്ല, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ സമ്മതത്തോട് തന്നെയാണ്, അവരുടെ വീട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോട് തന്നെ കല്യാണം. അല്ല, ആ സമയത്ത് തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ല, ആള് ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അതിൽ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ അതിൽ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് ഹസ്ബൻഡ് വീട്ടുകാരുടെ അടുത്താണ്. ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്.
ഓ, നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രണയിച്ചത്? നമ്മൾ നോർമലായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അല്ല, നോർമലായിട്ടാണ് ഇപ്പം പലർക്കും ഇൻസ്റ്റയിലാവാം, ഫേസ്ബുക്കിലാവാം. അല്ല, ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒന്നും അല്ല, എൻ്റെ നാട്ടിൽ വെച്ച് തന്നെ കാണുന്നത്. ഓ, നിങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്? നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ അവളുടെ വീട് പത്തനംതിട്ടയാണ്. അപ്പോൾ ഇവള് നിന്നത് പുത്തൂരാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊട്ടാരക്കര വെച്ചാൽ. അപ്പോൾ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് കുറേ നേരം സംസാരിച്ച് മിണ്ടി കാര്യങ്ങളൊക്കെ, അതൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു. പിന്നെ ഉള്ള കാര്യങ്ങളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡില്ല, ഒരു മോനുണ്ട്. അപ്പോൾ ഈ മോനെ ഇവർ തരുത്തില്ല എന്നൊരു മൈൻഡിലായി. കാരണം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടത് നല്ലതായിരുന്നു ആളുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആളന്ന് ഭയങ്കര പാവമായിരുന്നു. അപ്പോൾ കുറച്ച് ആൾ അപ്പോൾ ഞാൻ ഇവളെ കൊണ്ടിട്ടാണ് പിന്നെ ഈ വയനാട് പഠിക്കാൻ വന്ന ടൈമിലാണ് ഈ വയനാടൊക്കെ ആളെ ഞാൻ ജോലിക്ക് നിർത്തിയതൊക്കെ. അപ്പോൾ എനിക്ക് പഠിക്കുകയും ചെയ്യാം, ആൾക്ക് ജോലിക്കും പോവാം. ഓൾറെഡി ആയുർവേദ നഴ്സാണ്. അതെ. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഈ കോഴ്സ് വിടുന്നതും പിന്നെ നാട്ടിൽ പോകുന്നതും. ഇത് കറങ്ങിയ തിരിച്ച് നാട്ടിലെത്തുമ്പോഴത്തേക്ക് ആൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് കല്യാണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ആയിട്ടില്ല, പഠിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ടെർമിനേഷനായ കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു, അവരുടെ വീട്ടുകാർ സംസാരിച്ചു. പക്ഷേ അവരുടെ വീട്ടുകാർക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. പെണ്ണിൻ്റെ, എൻ്റെ എക്സ് വൈഫിൻ്റെ വീട്ടുകാർക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം അവൾ ചെയ്യണ്ട, കല്യാണം കഴിച്ചാൽ ശരിയാവത്തില്ല, പല പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നോക്കാം. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2.5 മാസം ഗ്യാപ്പ് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ ഓൾ ഇന്ത്യ പോയ ടൈമിൽ ആൾക്ക് ഇവിടെ എറണാകുളത്ത് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ അത് കൂട്ടുകാരെ വിളിച്ച് പറയണം എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് പിന്നെ പ്രശ്നമായി. പിന്നെ ഈ ടൈമിലാണ് ഞാനിത് അറിയുന്ന ടൈമിൽ തന്നെ എനിക്ക് ബാംഗ്ലൂർ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഈ ഊബർ കാറിൻ്റെ ഒരു 3 കാറും ഡ്രൈവർ പിള്ളേരും ഒക്കെ ആയിട്ട് ചെറിയൊരു പരിപാടി. അതായിരുന്നു ബിസിനസ് അല്ലേ? അതെ. അപ്പോൾ ആ ടൈമിലാണ് ഈ പുള്ളിക്കാരിയുടെ അപ്പവും മരിക്കണേ. എന്നുവെച്ചാൽ പുള്ളിക്കാരിക്ക് അച്ഛനമ്മയില്ല, ചെറുപ്പത്തിനെ മരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് എനിക്ക് പുള്ളിക്കാരോടുണ്ട്, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി സ്നേഹം കൊണ്ട് കിട്ടാത്തൊരു 2 പേര് ഒന്നിച്ചാൽ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫെങ്കിലും ബെറ്റർ ആക്കാം. പക്ഷേ എൻ്റെ സൈഡ് കൊണ്ട് ഞാൻ ചിന്തിച്ചത്, എൻ്റെ അമ്മ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചായിരുന്നു. അപ്പോൾ ഓള് അങ്ങനെ അനുഭവിക്കരുത്, നല്ലൊരു ജീവിതം കിട്ടണമെന്നായിരുന്നു. പക്ഷേ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, എന്നും ഓള് എൻ്റെ കൂടെ കാണും, അല്ലെ എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തത്. അന്ന് ഞാൻ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ഇല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് നീട്ടി വെക്കാം, ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നിട്ട് പോരെ. ഇല്ല, അതെനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയി, അലമ്പൊക്കെ ആയി, ആ സീനായിട്ടാണ് ലാസ്റ്റ് ഞാൻ സഖി കെട്ടിട്ട് ഞാൻ പറഞ്ഞു ശരി എന്നാൽ എന്തെങ്കിലും ആവട്ടെ കെട്ടാന്ന് പറഞ്ഞു. ആളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ. ശരി, ഓക്കെ, സമ്മതിച്ചു. ഇത് കഴിഞ്ഞ പാടെ പിന്നെ പ്രശ്നങ്ങളാവാൻ തുടങ്ങി. കാരണം എൻ്റെ പല സ്വഭാവങ്ങളും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ അവൾക്ക് ജോലിക്ക് പോകണമെന്നായി, അവൾക്ക് വീട്ടിൽ നിൽക്കേണ്ടെന്നായി. അപ്പോൾ പിന്നെ എന്നോട് കള്ളങ്ങൾ മാത്രമേ പറയാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇവൾക്ക് ഇവിടെ കുറച്ച് കൂട്ടുകാർ, കുറച്ച് ഫ്രണ്ട് സർക്കിളുണ്ട്, ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. അപ്പോൾ ഈ ഗേൾസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ ഒരു ടോക്സിക് ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കാല് വയ്യ, കറുത്തിട്ടാണ്. അപ്പോൾ അവൾ എന്നോട് കുറേ തവണ പറഞ്ഞിട്ടുണ്ട് നീ കറുത്തിട്ടാണ്, കരിങ്കുരങ്ങാണ്, കരിവണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് കാല് കയറ്റാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ. ഇവൾ എന്നോട് പറഞ്ഞ വീട്ടുകാർ പറഞ്ഞു കാല് കയറ്റാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ, പിന്നെ നീ എൻ്റെ ഡ്രൈവറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സമാധാനമില്ലാത്തൊരു ജീവിതമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഈ കൂട്ടുകാർ വിളിച്ചിട്ട് എടുത്ത് പറയുന്നത്. കാരണം ഇവള് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. നീ എന്തറിഞ്ഞിട്ടാ തെളിവ് സഹിതം എനിക്ക് അയച്ചു തന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരുന്നു, എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവളുടെ ഈ അപ്പൂപ്പൻ മരിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ആളെ ഞാൻ വീട്ടിൽ ഇരുത്തി. എന്നിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയിട്ടാണ് ഞാൻ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, കാരണം അവരുടെ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പം വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ കൊടുത്തിരുന്ന് ലാസ്റ്റ് ഇവള് പിന്നെ ജോലിക്ക് കയറി ടൈമിൽ എനിക്ക് അവിടെ പൊട്ടി, എൻ്റെ ബിസിനസ് പോയി. കാരണം കടവാകാൻ തുടങ്ങി, കയ്യിലൊന്നും നിൽക്കാതായി. കാരണം ആഴ്ചയിലൊക്കെ 10,000 രൂപയൊക്കെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവസാനം അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന്, എനിക്കിന്ന് ഓർമ്മയുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഞാനും സ്റ്റെഫിൻ എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു, ഞാനും അവനും കൂടെ വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ ഒരു 1000 രൂപ അറിയുന്ന കടം മേടിച്ച് അതുകൊണ്ട് എണ്ണ അടിച്ചിട്ട് പാലക്കാട് വന്നിട്ട് അവിടെ ഇരിക്കുകയായിരുന്നൊരു കടയുടെ തന്നയിൽ എന്തൊക്കെയോ ചെയ്ത് കുറേ നേരം ആലോചിച്ചിട്ട് പൈസ കിട്ടാൻ ഇരുന്ന് രാത്രി ആയപ്പോഴാണ് അവന് പൈസ കിട്ടുന്നത്. പിന്നെ അവൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം അവൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോഴും നമുക്ക് ആരോടും പൈസ ചോദിക്കാൻ ഒരു മടി. എല്ലായിടത്തും പോയിട്ട് ഒരു 50 ഉണ്ടല്ലോ 100 ഉണ്ടോ എന്ന് ചോദിക്കാൻ എനിക്കൊരു മനസ്സ് വന്നില്ല. കടം മേടിക്കുന്നതും കടം കൊടുക്കുന്നതും ആ പരിപാടി ഞാൻ നിർത്തിയതാണ്. കാരണം ബന്ധങ്ങൾ പോകും. എന്തെങ്കിലും ഒരു ആവം ഉണ്ടെങ്കിൽ ആ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കാൻ നല്ലത്. അന്ന് ആ വീട്ടിൽ വന്നിട്ട്, അന്ന് എൻ്റെ അമ്മ ഒമാനിലാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒമാനിൽ അമ്മയ്ക്ക്
അവിടെ പെട്ടൊരവസ്ഥയായി. കാരണം അമ്മയുടെ പാസ്പോർട്ടൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് ആ കാലമ്പാണ്. അമ്മനെ വിളിച്ചാലൊന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി ആ വീട്ടിൽ. ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോകെ കയ്യിൽ നിന്ന് പൈസ ഇല്ലാതായി. അവസാനം ഗതി കെട്ടിട്ട് അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ഒരു 4 ദിവസം ഗ്യാപ്പ് ഒന്നും കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ ഒന്നുമില്ല. അപ്പോൾ വെളിയിൽ ഇറങ്ങി പോയിട്ടൊരു കടയിൽ കടം ചോദിക്കാനോ ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ആ ഒരു 4 ദിവസം ഗ്യാപ്പിന് മുമ്പ് വരെ അവളോട് ഞാനിങ്ങനെ വിളിച്ചിട്ട് എനിക്ക് അവളെ വിളിക്കാനുള്ളൂ. അപ്പോൾ ആ ഒരു ബോണ്ടിങ് എനിക്ക് അവളോട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ആ ഒരു തന്നോട്ട് ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആഹാരം കുടിക്കുന്ന പട്ടി നമ്മളെ നോക്കി കുരയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആരോ ആഹാരം കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവൾ ഈ എറണാകുളത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് അവളെ ഒത്തുപോയി. അപ്പം കുറച്ച് പയ്യന്മാരെ കിട്ടി. അപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു ലൈഫ് സത്യം പറഞ്ഞ ഇവിടെയുള്ള പഞ്ചായത്ത് പോലും എൻ്റെ കാണാതെ കിടന്നൊരു പെണ്ണാണ്. എൻ്റെ കൂടി ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം അവൾ അനുഭവിച്ചിട്ടേ ഇല്ല. ഫൈറ്റിംഗ് ആയിരുന്നു കിട്ടാൻ. പക്ഷേ എൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും രസമായിരുന്നു. അപ്പം അത് ഒരു തെറ്റായിരിക്കാം മേ ബി. അപ്പോൾ എന്നോടിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു അടി കൊടുത്തുകൂടെയായിരുന്നോ? അപ്പോൾ നമുക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല. കാരണം ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ട്രോമയും അതാണ്. അപ്പോൾ അടിക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമമാവും. ഒരു തവണ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ എന്നെ എടുത്തിട്ട് അടിച്ചടിച്ച് ഇവിടെ കള്ളിക്ക് കീറി ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ആൾ ചുമ്മാ വയലൻ്റ് ആവും. സംശയരോഗമാണ്. നിങ്ങളെ ദ്രോഹിച്ചോ? പിന്നെ വിജയനെ ദ്രോഹിച്ചു. തോരടി അടിച്ചെന്ന് അറിയോ? കൈയൊക്കെ ഇവിടെ കള്ളി കീറിയിട്ടുണ്ട്. സഖി ഇട്ടിട്ട് ഞാൻ തിരിച്ചടിക്കുന്നു. സഖി ഇട്ടെന്ന് വെച്ചാൽ എൻ്റെ എക്സ്ട്രീമായിട്ട് ഞാൻ തിരിച്ചടിക്കുന്നു. പിന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് എന്നെക്കുറിച്ച് മോശമെന്ന് പറയുക, പലരെയും കുറിച്ച് പലതാന്ന് പറയുക. ഒരു വല്ലാത്തൊരു ക്യാരക്ടർ. ഒത്തുപോകാൻ പറ്റിയില്ല. കുറേ ട്രോമാസ് ഇപ്പം തന്നെ ഉണ്ട് ഉള്ളിൽ. ഞാൻ ഈ പറയുന്ന ഇഷ്യൂ നടക്കുമ്പോൾ തന്നെയായിരുന്നല്ലോ വെറ്റിനറി കോളേജിലെ ടെർമിനേഷൻ ചെയ്യുന്നത്. ഈ ടെർമിനേഷൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയ നീറ്റാണ്. പഠനം കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തോന്നിയാൽ എന്തായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചു? അതൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഒരു വർഷം അവളോട്ട് പിരിഞ്ഞു നിന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത് ഈ ഒരു വർഷം പിരിഞ്ഞിരിക്കാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാതെ ഈ 4 ദിവസത്തോളം ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തിട്ട് അവസാനം ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ടാണ് എന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹാങ് ചെയ്തു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചു. അവിടുന്ന് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോൾ ഇന്നും എൻ്റെ ഇൻസ്റ്റ ഒരു വീഡിയോ കിടപ്പുണ്ട്, പ്രസന്ന ചേച്ചി. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലൊക്കെ ചെയ്തു. അപ്പോൾ ആ ചേച്ചിയുടെ മകള് ഇൻസ്റ്റാഗ്രാമിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആരും അറിയപ്പെടാതെ ഒരു സൈഡിൽ കിടന്ന ഒരാളെ പെട്ടെന്ന് അവരുടെ ആ ഒരു കൈൻഡ്നെസ് കൊണ്ടാണ് മനസ്സിലായില്ലേ. തീർച്ചയായും. കാരണം എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായാലും തിരിച്ചു വരുന്നതായാലും എപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ പോയാലും എൻ്റെ അടുത്ത് വന്ന കാര്യം പറയും. പിന്നെ അവർ എൻ്റെ ബെഡിന് അടുത്ത് കിടന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് തരാനായാലും. അപ്പോൾ ആ ഒരു 2 ആഴ്ച ശരിക്കും ഞാൻ മനസ്സുകൊണ്ട് മനസ്സിലാക്കി മനുഷ്യൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് പിന്നെ അവിടെ 2-3 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഹൈറ്റുള്ള സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാർ 100 രൂപ അന്ന് ഇറങ്ങാൻ നേരം വണ്ടിക്കൂലി ഇല്ല കയ്യിൽ. ആ 100 രൂപ കൊണ്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. പാരിപ്പള്ളിയിൽ വീട്ടിൽ വന്നിട്ട് ഈ സമയത്തൊന്നും ഭാര്യ വന്നില്ലായിരുന്നോ? ഇല്ല, വന്നില്ല. അവള് തിരിഞ്ഞു പോലും നോക്കില്ല. എന്നോട് നിങ്ങൾ ഉടക്കുണ്ടാക്കി പിരിഞ്ഞു നിൽക്കുന്ന? അതെ. അവൾ പറഞ്ഞു എനിക്ക് സംശയമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര സംശയരോഗിയായിരുന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ സംശയം അവക്കായിരുന്നു. രാത്രി 3:30 ആകുമ്പോൾ ഫോൺ എടുത്ത് നോക്കുക, ഉറങ്ങിക്കിടക്കുന്ന എന്നെ അടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന എന്നെ അടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ചെകുത്തത്ത് അടിച്ചിട്ട് ഇതാരടാ ഇതെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ടോർച്ചറിങ് എന്ന് വെച്ചാൽ ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല. ഈവൻ അവളുടെ അനിയത്തി ഉണ്ട്. ആ അനിയത്തി കൊച്ചിനോട് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ അനിയത്തി എൻ്റെ അനിയത്തി ഒരു ചിന്തയാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫാമിലി മാനാണ്. അപ്പോൾ നമുക്ക് കൈ വീശി എനിക്ക് ആ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്രയും കെയറായിട്ട് കൊണ്ടുവരുന്നൊരു വീടും സാഹചര്യം. അപ്പോൾ ആ കൊച്ചിന് ഞാൻ എപ്പോൾ പോയാലും എന്തെങ്കിലും മേടിച്ച് കൊടുക്കും. കാരണം അച്ഛനില്ല, മനസ്സിലായില്ലേ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാത്തൊരമ്മയാണ്. അപ്പോൾ അതിന് അത്രയും വേദന വരണ്ട. അപ്പോൾ അതെന്നെ അളിയാന്നാണ് വിളിക്കുക. അപ്പോൾ എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇത് ഈ മേടിച്ച് കൊടുക്കുന്നതും ആ കൊച്ചിന് എന്തെങ്കിലും പൈസ കൊടുക്കുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ അവളെയും പിഴപ്പിക്കാൻ നടക്കുവാണോ, നീ അവളെയും വെച്ചുകൊണ്ടിരിക്കുവാണോ? ആലോചിക്കണം, എൻ്റെ അനിയത്തേക്കാൾ ഇളയതാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടുന്ന് 100 രൂപ മേടിച്ച് വീട്ടിൽ വന്നിട്ട് എൻ്റെ പഴയ ഹങ്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ പോയ ഓൾ ഇന്ത്യയും ദുരിതമായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരുപാട് പട്ടിണി കിടന്നാണ് ഞാൻ ഓൾ ഇന്ത്യ അടിച്ചത്. സത്യം പറഞ്ഞാൽ ആ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും ഒരുപടി നല്ല ഓർമ്മകൾ അതിൽ മാത്രമേ ഉള്ളൂ. ഇനിയും പോകാൻ പ്രചോദനമാണ്. ഇനിയിപ്പോൾ ഒരു പൈസ പോലും ഇല്ലാതെ വേണം ഞാൻ ഇവിടുന്ന് ഓൾ ഇന്ത്യ പോകും. കാരണം അതേപോലെ എക്സ്പീരിയൻസ്ഡായി ഞാൻ പോയി. കാരണം ഭാഷ അറിയില്ല, വഴികളറിയില്ല,
ഒരു കാര്യങ്ങളും അറിയത്തില്ല. ജമ്മുവിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ സിം അവിടെ എടുക്കത്തില്ല. കാശ്മീരിൽ അവിടുത്തെ ID കൊടുത്ത് നമ്മൾ സിം എടുക്കണം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലഡാക്കിൽ ചെന്നിട്ട് ഹാൻഡ്ലേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഹാൻഡ്ലേയിൽ ചെന്നിട്ട് സ്റ്റേ എടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അവിടെ ഒരു പറമ്പിൽ ടെൻ്റ് അടിച്ച് കിടന്നിട്ട് രാവിലെ എണീറ്റ് നേരെ കാല് കൊത്തിയത് ഈ മഞ്ഞത്താണ്. അങ്ങ് ഉറഞ്ഞു പോയി കാല്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. അവിടുന്ന് പിന്നെ നേരെ ഉമിങ്കില കയറാൻ പോയി. ഉമിങ്കില കയറാൻ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു അടി കിട്ടി. കാരണം പോട്ട്ല പാസ് എന്നൊരു പാസ്സുണ്ട്. അപ്പോൾ അത് 2 വഴി കയറാം. നമ്മളൊരു മണ്ണിട്ട വഴിയും കയറാം, ഒന്ന് ഇച്ചിരി സ്റ്റീഫ് കയറ്റമാണ്, നല്ല വളവുണ്ട്. അത് ഒറ്റയടിക്ക് ഒരു 600-700 മീറ്റർ നമ്മൾ കയറി പോവുക. അപ്പോൾ ഈ കയറുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊന്ന് വണ്ടി തള്ളിക്കയറ്റേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അടയ്ക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് അടയ്ക്കാൻ തുടങ്ങി, BP ലോ ആകാൻ തുടങ്ങി, എന്തൊക്കെയോ പറ്റിയിട്ട് എനിക്ക് നോസ് ബ്ലീഡിങ് ആയി. പെട്ടെന്ന് നോസ് ബ്ലീഡിങ് ആയി, തലയൊക്കെ വേദനിച്ച് തല ഇറങ്ങി വീഴാൻ പോയപ്പോൾ അപ്പോൾ ഈ വരുന്നതിൻ്റെ കൂടുതൽ ബാക്കിൽ ഒരു ബുള്ളറ്റിൽ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഫ്രാൻസിൽ നിന്ന് കണ്ടു വരിക. പുള്ളി ഫിസിഷ്യനാണ്. പുള്ളി പിന്നെ എന്നെ പിടിച്ചിരുത്തി എൻ്റെ O2 ക്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്കെടുത്ത് വെച്ച് തന്നു. കുറേ നേരം ഞാൻ ഒരു 1.5-2 മണിക്കൂർ സ്റ്റോറി കിട്ടുന്നുണ്ട് പുള്ളി. അത് 2 മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഞാൻ ഓക്കെ ആയി. അന്നാ പുള്ളിനോട് പറഞ്ഞാൽ താഴെ പൊക്കോ, സ്റ്റേ അടിച്ചിട്ട് മെല്ലെ വന്നാൽ. ഞാൻ പറഞ്ഞില്ല, ഉമിങ്കില കണ്ടിട്ടേ പോകും. ഉമിങ്കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോറബിൾ പാസ്സാണ്. അപ്പം കേരളത്തിൽ ഇനി കൊല്ലത്ത് കിടക്കുന്ന ഞാൻ ബൈക്കും എടുത്ത് അങ്ങേ അറ്റം, അതും 2009 മോഡൽ ഹങ്കാണ്, കാർബറേറ്റർ എഞ്ചിൻ, അതോടുത്ത് അങ്ങേ അറ്റം ഉമിങ്കിലയുടെ ടോപ്പിൽ പോയി നിൽക്കുമ്പം അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്താണ് പോയി നിൽക്കുന്നത്. നമ്മൾ കാശൊന്നും ഉണ്ടായിട്ടില്ല, അത്രയും സ്ട്രഗിൾ ചെയ്ത് അതിൻ്റെ മണ്ടയിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിരുന്നു. അവിടുന്ന് പിന്നെ ഇന്ത്യ-ചൈന ബോർഡർ ജംചോക്കിൽ പോയി അവിടുത്തെ ആർമിക്കാരെയൊക്കെ കണ്ട്, ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കണ്ട്, അവിടെ തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം വലിയ സ്റ്റീഫ് കയറ്റം വണ്ടി കയറിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞു, മേ ബി ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു പിക്കപ്പുകാരൻ ദൈവത്തെ പോലെ വന്ന് ക്യാ ഓക്കെ പോയെന്ന് ചോദിച്ചു. അതിന് ഗാഡി നീ ചലതേ പോയി. വണ്ടി എടുത്ത് കയറ്റാൻ പറഞ്ഞു. അത് വേറെ ഏതോ 2-3 പെൺപിള്ളേർക്ക് എക്സ്കോർട്ട് വന്ന പുള്ളിയുടെ വണ്ടിയിൽ വണ്ടി എടുത്ത് കയറ്റിയിട്ട് ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് എന്നെ ഹാൻഡിലേക്ക് ഉണ്ടാക്കി. അവിടെ പത്മ സ്റ്റേ ഉണ്ട്, എല്ലാവരും പത്മയാണ് ചൂസ് ചെയ്യുക. നല്ല ആൾക്കാരും നല്ല സ്റ്റേ. അവരുടെ അമ്മച്ചിയാണ്. അന്ന് എൻ്റെ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടത് എൻ്റെ എക്സ് വൈഫാണ്. അന്ന് ആൾ പക്ക പാവമായിരുന്നു ഒന്ന്. പക്ഷെ ആ ഒരു ഗ്യാപ്പിലും ഞാൻ ഈ ലഡാക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവളൊരു കൂട്ടുകാരി പെട്ടെന്ന് വരിക. കൂട്ടുകാരി വന്നിട്ട് പിന്നെ ഇവളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുക. കമ്പയറിങ് ആണ് അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഇത്രയുണ്ട്, എൻ്റെ ചെറുക്കൻ ഇത്രയുണ്ട്, നിൻ്റെ ചെറുക്കൻ ഇത്രയേ ഉള്ളൂ, നിനക്ക് വേറെ ചെറുക്കന്മാരെ കിട്ടത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പയർ ചെയ്ത് തുടങ്ങി ഇവൾ പിന്നെ ഇതൊക്കെ എൻ്റെ അടുത്തോട്ടാക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് അടിയായി, തല്ലായി, പ്രശ്നമായി. എനിക്കറിയില്ല, ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വെളിയിൽ ഭർത്താവെന്ന് കാണിക്കാൻ ഒരാൾ വേണമായിരുന്നു. അത് മാത്രമായിരുന്നു ഞാൻ. എവിടെ പോയാലും കളിയാക്കലാണ്. എൻ്റെ കുറച്ച് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കങ്ങനെ കുറേ കൂട്ടുകാരെ എനിക്ക് നഷ്ടപ്പെട്ടു ഇവളീ ഒരു ബന്ധം കാരണം ആരോട് സംസാരിക്കാൻ അറിയില്ല, എങ്ങനെ ഒരാളോട് നിന്ന് കാര്യം പറഞ്ഞല്ല, അല്ല എങ്ങനെ ഒരാളെ ട്രീറ്റ് ചെയ്യണമെന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ക്രൗഡിൽ പോവുകയാണെങ്കിൽ നിന്ന് പാവച്ച് തെറി പറയാം. അപ്പോൾ നമുക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ അമ്മേനോട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്നെ അവളെയും കൂടെ. അമ്മേനെ തെറി പറഞ്ഞോളൂ. അമ്മ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അന്ന് ഇറങ്ങിയിട്ട് ഇവളെ ഞാൻ അവിടെ എറണാകുളം ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഈ എറണാകുളത്തെ കടത്തിണ്ണകളിലെല്ലാം കിടന്നിട്ടുണ്ട് ആ ഒരൊറ്റ രാത്രി. കൊതുകടി എന്ന് പറഞ്ഞാൽ എന്തോരം കൊതുകടിയാണെന്നറിയുമോ? പക്ഷെ അതേ എറണാകുളത്ത് തന്നെയാണ് ഇപ്പം ഞാൻ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.